അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ നാമങ്ങളാണ് നാം വിശദീകരിച്ചു വരുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരുപാട് സമ്മേളനങ്ങൾ നാം ചർച്ച ചെയ്തു. നമ്മൾ മുമ്പ് കഴിഞ്ഞതിൽ നാം ചർച്ച ചെയ്തത് വടകര സമ്മേളനമാണ്. ഇപ്പൊ നാം ചർച്ച ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 20ാം വാർഷിക സമ്മേളനമാണ്. സമസ്തയുടെ 2 മഹാസമ്മേളനത്തിന് ആതിഥേയത്വം നൽകാൻ ഭാഗ്യം ലഭിച്ച ഒരു മണ്ണാണ് താനൂർ. ഞാൻ പറഞ്ഞു 1927 സമസ്തയുടെ 1ാം വാർഷിക സമ്മേളനവും 1954 20ാം വാർഷിക സമ്മേളനവും നടന്നത് താനൂരിൽ വെച്ചാണ്. സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖരായ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ 1924 മുതൽ മഹാനവരുകളുടെ കർമ്മമണ്ഡലം താനൂരായിരുന്നു. അതുകൊണ്ട് പല ചരിത്രങ്ങൾക്കും താനൂര് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സമസ്തയുടെ പല ചരിത്രങ്ങൾക്കും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറുടെ അവിടുന്ന് വിരമിച്ചതോടുകൂടെ താനൂര് ഇസ്ലാഹുൽ ഉലൂമിന്റെ പ്രവർത്തനങ്ങൾ ഒരു മന്ദഗതിയിലായി. മാത്രമല്ല ചില സമയങ്ങളിൽ നിശ്ചലമാവുകയും ചെയ്തു. അപ്പോഴാണ് 1954 ഫെബ്രുവരി 6 താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ചേർന്നു. പണ്ഡിത കേരളത്തിലെ കുരുവര്യരായ മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാറായിരുന്നു മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ. താനൂര് കോളേജും സ്വത്തുക്കളും സമസ്തയെ ഏൽപ്പിക്കാൻ കോളേജ് കമ്മിറ്റി തീരുമാനിച്ചതിനെ സ്വാഗതാർഹം സ്വീകരിക്കുകയും അത് നടത്തിപ്പിന് വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് ഹിജ്റ 1373 റബീഉൽ ആഖിർ 1-നാണ്. അടുത്ത ശവ്വാലിൽ 40 ഉയർന്ന വിദ്യാർത്ഥികളും 4 മുദരിസമാരും അടങ്ങുന്ന ദർസ് തുടങ്ങാനായി പദ്ധതികൾ ആവിഷ്കരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 20ാം വാർഷികം 1954 ഏപ്രിൽ 24, 25 തീയതികളിൽ നടത്താൻ പ്രസ്തുത യോഗം തീരുമാനിച്ചു. ഏപ്രിൽ 24 വൈകുന്നേരം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൗലാന പാങ്ങിൽ ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗത്തിലാണ് സമ്മേളനം ആരംഭം തുടർന്നത്. പണ്ഡിതന്മാർക്ക് മൗലാന കുത്തുബി ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരു ക്ലാസ് ആയിരുന്നു ആ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത. 25 വൈകുന്നേരം ഇക്ബാൽ മൈതാനിൽ ചേർന്നതായ സമാപന മഹാസമ്മേളനം തെന്നിന്ത്യയിലെ മുഫ്തിയും വെല്ലൂര് ബാഖിയാത്തുസ് സ്വാലിഹാത്തിലെ പ്രിൻസിപ്പാളുമായിരുന്ന മൗലാന ഷേഖ് ആദം ഹസ്രത്ത് അധ്യക്ഷത വഹിച്ചു. മൗലാന കുത്തുബി ഉസ്താദ് ഉദ്ഘാടനവും ചെയ്തു. സി ഇബ്രാഹിം സാഹിബ് സദസ്സിന് സ്വാഗതം പറഞ്ഞു. മഹാനായ മൗലാന ഉസ്താദിന്റെ കുത്തുബി ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗം മദ്ഹബിന്റെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ടായിരുന്നു. പിന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ മൗലാന ഷേഖ് ആദം ഹസ്രത്ത് പറഞ്ഞു, സമൂഹം നാളുനാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം നിങ്ങളുടെ നാട്ടുകാരനും പ്രസിദ്ധ പണ്ഡിതനും എന്റെ സുഹൃത്തുമായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞതുപോലെ മദ്ഹബുകളെ മുറുകെ പിടിക്കുകയും ബഹുവന്യരായ ഇമാമികളെയും മുഫസ്സിറുകളും പറഞ്ഞതായ വ്യാഖ്യാനികൾ സ്വീകരിക്കുക എന്നതാണ്. അതിൽ യാതൊരു ഭിന്നതയും കക്ഷി വഴക്കുകളും ഉണ്ടാവുകയില്ല. അതിനാൽ മദ്ഹബുകളെ മുറുകെ പിടിക്കാൻ മഹാന്മാരായ ഇമാമുകളെ ബഹുമാനപൂർവ്വം ഇമാമുകൾ പറഞ്ഞതായ ആശയങ്ങളിലേക്ക് മടങ്ങാൻ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താനൂര് ഇസ്ലാഹുൽ ഉലൂം ദർസിന്റെ ഇസ്ലാഹുൽ ഉലൂം സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഫണ്ട് ശേഖരിച്ചപ്പോൾ മഹാനായ ഖായിദുൽ ഖൗമയ്യത്ത് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അതിന് 500 രൂപ കൊടുത്തു ഉദ്ഘാടന ക്രമം ചെയ്തു. അതുമല്ല 20ാം വാർഷിക സമ്മേളനത്തിൽ അന്ന് സമസ്തയിൽ നിന്ന് വിട പറഞ്ഞു പോയ പാലോട്ട് മൂസക്കുട്ടി ഹാജി, അതേപോലെ പാറക്കടവ് ഖാദിയായിരുന്ന അബ്ദുള്ള മുസ്ലിയാർ മുതലായവരുടെ പരലോക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മുഅ്ജിസത്ത്, കറാമത്ത്, ബിദ്അത്ത്, സുന്നത്ത്, ഖുതുബ പരിഭാഷ, പുത്തം പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ മൗലാന കെ വി മുഹമ്മദ്
മുസ്ലിയാർ, എൻ അബ്ദുള്ള മുസ്ലിയാർ പന്തരം ഇതുപോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പ്രസംഗിച്ചു. താനൂർ സമ്മേളനത്തിൽ ഷേഖ് ആദം ഹസ്രത്തിന്റെയും പറവണ്ണ ഉസ്താദിന്റെയും ഒക്കെ പ്രസംഗങ്ങൾ സമസ്തയുടെ കർമ്മ പരിപാടിയിലൂടെ യുവാക്കൾ രംഗത്ത് വരാൻ പ്രോത്സാഹനം നൽകി. അങ്ങനെയാണ് കോഴിക്കോട് അൻസാറുൽ മുസ്ലിമീൻ ഓഫീസിൽ വെച്ച് ഒരു പ്രത്യേക കൺവെൻഷൻ വെച്ച് എത്തുകയുണ്ടായി. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയും കോഴിക്കോട് മുദാക്കരപ്പള്ളി ഖത്തീബുമായ അബ്ദുറഹ്മാൻ മുസ്ലിയാരായിരുന്നു അധ്യക്ഷൻ. അന്നാണ് മഹത്തായി SYS രംഗത്തേക്ക് കടന്നിടുന്നത്. സുന്നി യുവജന സംഘത്തിന്റെ സമസ്ത കേരള സുന്നി യുവജന സംഘം പിറവിയെടുത്തത് അന്നാണ്. ഇതാണ് ചുരുക്ക വിവരത്തിൽ സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് സമസ്തയുടെ കക്കാട് സമ്മേളനം നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി